Hi friends. Next tense is 11th one. 10 tenses നമ്മൾ കംപ്ലീറ്റ് ആക്കി. പ്രസന്റിലെ 4, പാസ്റ്റിലെ 4, ഫ്യൂച്ചറിലെ 2 നമ്മൾ പറഞ്ഞു. സിമ്പിൾ, ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് നമുക്കറിയാം. പെർഫെക്റ്റ് V3, അതിനകത്ത് സംശയമില്ല. പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ V3 ഫോം ഉണ്ടായിരിക്കും. നമുക്കറിയാം V1, V2, V3 അങ്ങനെ ഡിഫറെന്റ് ഫോമിലാണുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോ, വെന്റ്, ഗോൺ. സോ ഹിയർ വി വിൽ യൂസ് ഗോൺ. ഗോ, വെന്റ്, ഗോൺ. ഗോൺ ഈസ് ദ V3 ഓഫ് ഗോ. റൺ, റാൻ, റൺ. ഈറ്റ്, ate, eaten. ജംപ്, jumped, jumped. ED ചേർത്താൽ മതി. വാക്ക്, walked, walked. പിന്നെ എല്ലാം ഒരേ കണക്ക് ഇരിക്കുന്നതുകൊണ്ട് പുട്ട്, പുട്ട്, പുട്ട്. കട്ട്, കട്ട്, കട്ട്. അവിടെയൊക്കെ നമ്മൾ ഫോമുല നോക്കി അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം V1, V2, V3 മിനിമം നിങ്ങൾ കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം. സബ്ജക്റ്റിന്റെ നോളജ് ഉണ്ടായിരിക്കണം. ഒബ്ജക്റ്റ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നോക്കി ഏറ്റവും ഫസ്റ്റ് വീഡിയോ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതിനകത്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, സോ അതെന്റെ സ്റ്റുഡൻസ് ആണ് ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 10 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ടെൻസിന്റെ ക്ലാസ്സുകളാണ് ഗ്രാമറിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് സൈക്കോളജി, മറ്റു ക്ലാസ്സുകളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും എല്ലാം മിക്സ് ചെയ്ത് ക്ലാസ്സുകൾ തരാം. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് ഓക്കെ ആണല്ലോ. ഇതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an action will have completed in the future. An action completed in the future that is supposed very early. ഒരു പ്രവൃത്തി എന്ത് ചെയ്യുകയാണ്? നടന്നു കഴിഞ്ഞു, നടന്നു കഴിഞ്ഞിരിക്കുമെന്ന് പറയുക. ദാറ്റ് ഈസ് സപ്പോസ്ഡ് വെരി ഏർലി. വളരെ മുമ്പേ നമ്മൾ കരുതുക അത് കഴിഞ്ഞു. അതിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒന്നും. ഇത് രണ്ടും പക്ഷെ എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ എന്താ പറയാ, നമ്മൾ മച്ച് ലെവിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്, വലിയ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെ യു ക്യാൻ യൂസ് എന്നുള്ളതാണ്. ഓക്കെ, ഇതും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇത് എന്താ മീനിങ് ഇതാണ്, an action will have completed. That means an action completed in the future. അത് നടക്കൂ, ഒരു പ്രോഡക്റ്റ് നടന്നു കഴിയൂ എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുകയാണ്. നടന്നു കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് നടന്നു കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ ഫോമുല നോക്കാം. വില്ലോ ഷാൾ ഉണ്ടാകും എപ്പോഴും, പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് O. സബ്ജക്ട് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് O. ഇവിടെ ഒരു ഹാവ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഇറങ്ങിയ ഹാസ് ഹാവ് പോലെയാണോ? അല്ല. വില്ലോ ഷാളും കഴിഞ്ഞാൽ ഹാസ് ഉപയോഗിക്കില്ല, ഹാവ് ഉപയോഗിക്കും. വിൽ ഹാവ്. ഇവിടെ ഹാവ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? an action completed in the future that is supposed very early. നോക്ക്, ഇവിടെ ഹാവ് ഹാസ് ഉപയോഗിക്കില്ല. സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാസ് ഹാവ് എന്ന് പഠിച്ചു. അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഏകവചനമായാലും ബഹുവചനമായാലും ഇറ്റ് വിൽ ബി ഹാവ്. എന്തായിരിക്കും? ഹാവ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ സബ്ജക്ട് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് O others. സോ ഒരു എക്സാമ്പിൾ എഴുതാം. I will have, example നോക്കൂ, I will have completed my MA in 2030. 2030 is future. We know that. നമുക്കറിയാം. 2031 എടുത്ത് വെച്ച് വായിച്ചിട്ട് ഇത് പറയാൻ കഴിയില്ല. 2030 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആയതുകൊണ്ട് അങ്ങനെ എഴുതിയത്. നോക്ക്, I will have completed. I subject will have completed V3 complete completed completed. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് വരിക. I will have completed my MA. എന്റെ MA ഞാൻ എന്ന് കംപ്ലീറ്റ് ചെയ്യും? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും, ചെയ്യുമെന്നല്ല. ഞാൻ MA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. 2030 എന്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞിരിക്കും.
ദാറ്റ് ഈസ് സപ്പോസ്ഡ് വെരി ഏർലി. സോ അപ്പൊ ആ ഒരു കോണ്ടാക്ട് മനസ്സിലായാലും എങ്ങനെ ഉപയോഗിക്കുന്നു? ഒരു എക്സാമ്പിൾ എഴുതിക്കോ. ഈ സെന്റൻസ് നോക്കിയേ. I will have achieved a government job within 5 years. 5 വർഷത്തിനുള്ളിൽ ഞാനൊരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. സപ്പോസ് ചെയ്യാൻ നേരത്തെ 5 വർഷത്തിനുള്ളിൽ ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ an action completed in the future, അത് നേരത്തെ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ പറയുന്നതിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ?